ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മൾ കുറച്ചധികം ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡൊമിനോറാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. നമ്മുടെ ഡൊമിനോറിൻ്റെ മോഡിഫിക്കേഷൻ ചാപ്റ്റർ സീരീസാണ് കേട്ടോ ഇവിടെ തുടങ്ങാൻ പോണത്. സോ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൊമിനോറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങളെല്ലാവരും നോക്കിക്കോ. ഒരു സ്റ്റോക്ക് ലുക്കാണ്, അതായത് ഒരു കംപ്ലീറ്റ്ലി മെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബൈക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡൊമിനോർ 250. സോ ഇതിനെ നമ്മൾ കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്ത് വേറൊരു ലുക്കിൽ, അതായത് ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ടോ. അപ്പോൾ ആ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് വൈകാതെ തന്നെ കാണാം കേട്ടോ. നമ്മുടെ ഡൊമിനോറിൻ്റെ മോഡിഫിക്കേഷനല്ലേ, നമുക്ക് വൈകാതെ തന്നെ എല്ലാം കാണാൻ പറ്റും. സോ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഡൊമിനോറിൽ ബ്രംബോയുടെ ബ്രേക്കും ക്ലച്ചും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ബ്രേക്ക് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എനിക്കത് നിർഭാഗ്യവശാൽ എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ ഗോപ്രോ ഇല്ലായിരുന്നു കേട്ടോ. ഗോപ്രോ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയൊക്കെയായിരുന്നു, എനിക്ക് ഇന്നലെ കിട്ടിയതുള്ളൂ കേട്ടോ. അതിനെനിക്കതൊന്നും കംപ്ലീറ്റ്ലി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് ക്ലച്ച് ഉണ്ടല്ലോ ബ്രംബോയുടെ, അത് പക്ക സാധനമാണ്. പക്ക എന്ന് വെച്ചാൽ പക്ക ബൈറ്റൊക്കെ കിട്ടി, അതായത് ക്ലച്ച് അസംബ്ലിയൊക്കെ പക്കയായിരുന്നു കേട്ടോ. പക്ഷേ ബ്രേക്ക് ഒട്ടും ബൈറ്റില്ല. ഒട്ടും എന്ന് വെച്ചാൽ നമ്മുടെ ബ്രംബോയുടെ റെപ്ലിക്കേനേക്കാളും കുറച്ചുകൂടി ബൈറ്റാണ് അതിൽ കിട്ടിയത് കേട്ടോ. അതിന് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും എനിക്കത് ബൈറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രാന്ത് പിടിച്ച് ഞാൻ 2 ഉങ്ങളായി കളഞ്ഞു കേട്ടോ. അതായത് ഞാൻ 3-4 ദിവസം യൂസ് ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ എടുത്ത് ഞാൻ പിന്നെ റീകോളിൽ കൊണ്ടുകൊടുത്ത് ഇത് 2 ഉങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇപ്പം വണ്ടി സ്റ്റോക്ക് ബ്രേക്കും സ്റ്റോക്ക് ക്ലച്ചുമാണ് വണ്ടിയിൽ ഇപ്പം അസംബിൾ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ലുക്ക് കേട്ടോ. അപ്പം നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള എല്ലാ മോഡിഫിക്കേഷൻസും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ പുറകിലോട്ടുള്ള പ്രീവിയസ് വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി. അതിൽ ഉണ്ട് കേട്ടോ, ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം. സോ എന്താണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ വണ്ടിയിൽ നിലവിൽ ഞാൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഹാൻഡിൽ റൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ചെറിയൊരു ഹാൻഡിൽ റൈസർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്കവറിൻ്റെ ബാക്ക് ഗ്രാബ് റെയിൽ, ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഇത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് അതെനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെന്തായാലും ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. പിന്നെ ഫ്രണ്ടും ബാക്ക് നമ്പർ പ്ലേറ്റിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് മഡ്ഗാർഡിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു JB റൈസിങ്ങിൻ്റെ മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചാർജിങ് ഒക്കെ പറഞ്ഞ ഒരു ടൈപ്പ്. സോ ഇത്രയുമാണ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ്. ബാക്കിയെല്ലാം വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ് കേട്ടോ. അതായത് വണ്ടിയുടെ 2 ടയർ പോലും സ്റ്റോക്ക് കണ്ടീഷനാണ്. പിന്നെ ഒരു പ്രോ ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അലോയിലൊരു പ്രോ ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പം അത് കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, ഒരു ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ റിമൂവ് ചെയ്തത് കേട്ടോ. പിന്നെ അതെടുത്ത് വയ്ക്കാൻ മടിയായിപ്പോയി, പിന്നെ അതങ്ങ് വിട്ട് കേട്ടോ. അതൊക്കെ എന്തായാലും ഞാൻ വൈകാതെ തന്നെ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി ഒരു വേറെ ലുക്കിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതായത് ചെറിയൊരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ സിൽവർ പോർഷൻ വരുന്നുണ്ടല്ലോ, ഇവിടെ നമ്മുടെ സ്റ്റോക്ക് സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഒരു റെഡ്, അതൊക്കെ ഞാൻ ഊരിക്കളഞ്ഞു കേട്ടോ. അപ്പം ഈ ഒരു പോർഷനിൽ എനിക്ക് ചെറിയൊരു സ്റ്റിക്കറൊക്കെ ചെയ്യാൻ ഐഡിയ ഉണ്ട്. വേറെ എന്നുള്ളൊരു ബ്ലാക്ക് സ്റ്റിക്കറൊക്കെയാണ് കേട്ടോ. അതായത് വരും വീഡിയോസിലൊക്കെ നമുക്ക് പറവാക്കി എടുക്കാം. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കുക കേട്ടോ. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബൈക്ക് റിലേറ്റഡായിട്ടുള്ള എന്ത് സംശയവും നമുക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാം. അവിടെ ഇഷ്ടംപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പൈമാരൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇൻട്രോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ഞാൻ ആദ്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബ്രദറിൻ്റെ സ്റ്റിക്കർ ഷോപ്പ് ഉണ്ട് കേട്ടോ. അതായത് സ്റ്റിക്കറൊക്കെ ചെയ്യേണ്ട കടയുണ്ട്. സോ നമ്മൾ അവിടെ പോയിട്ട്, പുള്ളിക്ക് നല്ല ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ പുള്ളി. അപ്പം അവിടെ പോയിട്ട് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഗ്രാഫിക്സ്, അതായത് ഭയങ്കര വലിയൊരു ഗ്രാഫിക്സ് ഒന്നുമല്ല, ചെറിയൊരു ഗ്രാഫിക്സ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേറെ കുറച്ച് പണികളും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എന്തായാലും എല്ലാം ഞാൻ വീഡിയോ എടുത്ത് ചെയ്യത്തുള്ളൂ. നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഗ്രാഫിക്സ് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാർട്ടുണ്ടല്ലോ, അതായത് ഈ ഒരു സീറ്റ് കവളും നമ്മുടെ ടാങ്കിൻ്റെ സൈഡിലോട്ട് വരുന്ന ഈ ഒരു പോർഷനും നമുക്കിളക്കി പെയിൻറ്റിന് കൊടുക്കണം കേട്ടോ. അതായത് പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഈ ഒരു റെഡ്, ഇതിനെ പറയുന്ന പേര് പേൾ റെഡ് എന്നാണ് കേട്ടോ. ഈ സാധനം കിട്ടാനായിട്ട് ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഈ ഒരു റെഡ് അവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് ഈ ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമുക്ക് ബ്ലാക്ക്, ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഉണ്ടല്ലോ, ഈ ഒരു മാറ്റ് ബ്ലാക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതൊരു മാറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് അല്ല, മാറ്റും ഗ്ലോസും കൂടെ മിക്സ് ആയി പറഞ്ഞൊരു ബ്ലാക്കാണ്. സോ വൃത്തിയില്ലാത്ത രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാറുണ്ട് പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരെ നമ്മുടെ റീകോഡിൽ പോകണം. നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് ഫ്ലൂഡ് ചെയ്യണം കേട്ടോ.
ബ്രേക്കൊക്കെ ബൈറ്റ് കുറവാണ്, അപ്പോൾ അതൊന്ന് ഫ്ലൂഡ് ചെയ്യണം. പിന്നെ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഒരു ഡെയിലി ഒബ്സർവേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ 1 by 1 ഓരോന്നും നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക് ടെയിൽ നമ്മൾ മൈനസ് ചെയ്യും കേട്ടോ. ഈ ഒരു ടെയിൽ മൈനസ് ചെയ്തിട്ട് നേക്കഡ് ടെയിലൊക്കെ ആക്കും. പിന്നെ നമ്മുടെ ഡൊമിനോർ എന്ന് പറയുന്നൊരു ബൈക്ക് നമുക്ക് പല രീതിയിലും കൺവേർട്ട് ചെയ്യാൻ കേട്ടോ. അതായത് ഈ വണ്ടീനെ ഞാൻ പറയുന്നതും നമ്മുടെ കമ്പനി പറയുന്നതായിട്ടുള്ള പേരുണ്ട്, സ്പോർട്സ് ടൂറർ. കംപ്ലീറ്റ്ലി സ്പോർട്സ് ടൂറിങ് ബൈക്കാണ് കേട്ടോ ഈ ഒരു ഡൊമിനോർ എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് 2 രീതിയിൽ കൺവേർട്ട് ചെയ്യാം. അതായത് ഒരു ടൂറിങ് ബൈക്കായിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു നേക്കഡ് സ്പോർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിങ് പ്ലസ് നേക്കഡാണ്. അതായത് ഒരു നേക്കഡ് ലുക്കിൽ ടൂറിങ് ബൈക്കാക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ഐഡിയ എന്താണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ ഞാൻ ഈ വണ്ടിയിൽ ഞാനത് മേക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു മെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. സോ നമുക്ക് എന്തായാലും പറഞ്ഞ് ഞാൻ തീരായിട്ട് ബോറടിപ്പിക്കണില്ല. നമുക്ക് എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതല്ലേ, നമുക്ക് എന്തായാലും കാണാം കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കാണാം. കുറച്ച് ഫണ്ട് ഇറങ്ങും, കുറച്ചാൽ അത്യാവശ്യം നല്ല ഫണ്ട് ഇറങ്ങും. A to Z നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ഡൊമിനോറിനെ. ഒരു തീരെ ഓവറല്ലാത്ത അത്യാവശ്യം പക്ഷേ കാണാൻ നല്ല ലുക്കായിട്ടാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകണം കേട്ടോ. സോ നമുക്ക് എന്തായാലും നേരെ ഇനി സ്റ്റിക്കർ വർക്ക്ഷോപ്പിൽ പോകാം കേട്ടോ. സ്റ്റിക്കർ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഈ ഗ്രാഫിക്സ് എന്താണെന്ന് ഞാൻ കാണിക്കത്തില്ല, അവിടെ എത്തി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കറക്കിയൊക്കെ കാണിച്ച് തന്നിട്ട് ഈ ഗ്രാഫിക്സൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് റിവീലിംഗ് ടൈമിൽ കാണിക്കുമല്ലോ കേട്ടോ. ഈ വണ്ടി ഞാൻ ബിൽഡ് ചെയ്യണത് ഒറ്റയ്ക്കാണ് കേട്ടോ. അതായത് ഒരു ഷോപ്പിന് മാത്രമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, അതായത് ഗ്രാഫിക്സ് ചെയ്യാനായിട്ടൊരു ഷോപ്പിന് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഈ വണ്ടി ബിൽഡ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ്. ഈ വണ്ടി ഞാൻ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വണ്ടി ഒരു ഗ്രാഫിക്സ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ചേട്ടാ. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം, ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം മതി. സോ നമുക്ക് ഈ ഒരു വണ്ടി അതർ ലുക്കിലോട്ട് കാണാം കേട്ടോ. ഈ ഒരു ലുക്ക് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. കാരണം ഈ ഒരു ലുക്കിൽ നമ്മളിനി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ലുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. എന്തായാലും നമുക്കൊരു ഫോട്ടോ എടുത്ത് വയ്ക്കാം കേട്ടോ. ഫോട്ടോ ഞാൻ നിലവിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് എന്നാലും ഒരു 2 ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കാം. സോ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഡൊമിനോർ വർക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ ഇൻട്രോയിലൊക്കെ കാണുന്ന പ്ലേസ് ഒന്നാണ് കേട്ടോ, എല്ലാ ഇൻട്രോയിലും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പീസ്ഫുൾ പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ വൈകുന്നേരമായിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരിക്കാറുണ്ട് ഒരു 5-6 മണി ടൈമിലൊക്കെ. പിന്നെ അവിടെ കിടന്ന് ഓടിയും ചാടിയും ഒക്കെ ഒന്ന് കളിച്ചും മറിച്ചൊക്കെ പറഞ്ഞൊരു പ്ലേസാണ് കേട്ടോ. ഇത് നമ്മുടെ അദാനി എടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. മഴ സമയത്തൊക്കെ കെടുകയാണ് കേട്ടോ ഇവിടെ വരെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെയാണ് ഇൻട്രോ എടുക്കാൻ പറഞ്ഞത് കേട്ടോ. സോ നമുക്കിനി എന്തായാലും നേരെ സ്റ്റിക്കർ വർക്ക്ഷോപ്പിൽ പോകാം. അവിടെ നേരെ ഈ പാർട്സ് നമ്മുടെ റീകോളിൽ ചെന്ന് ആദ്യം ഈ പാർട്സ് ഇളക്കണം. ഇളക്കിയിട്ട് ഇതുകൊണ്ട് നേരെ നമ്മുടെ പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. കേസ് നമ്മളങ്ങനെ നമ്മുടെ സ്റ്റിക്കർ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിക്കറൊക്കെ ചെയ്യണ കടയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. സോ നമുക്ക് എന്തായാലും നീ സീക്രട്ട് കേസ് നമ്മളങ്ങനെ സ്റ്റിക്കർ വർക്ക്ഷോപ്പ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഗ്രാഫിക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഗ്രാഫിക്സ് ഒന്നും അല്ല കേട്ടോ, ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഗ്രാഫിക്സ്, തീരെ ഓവറായിട്ടല്ല, അത് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഗ്രാഫിക്സാണ് നിലവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാനത് ഒരു മാസം ഉപയോഗിക്കും, പിന്നെ പ്രാന്ത് ഞാൻ അതങ്ങ് മാറ്റും, പിന്നെ വേറെ ഗ്രാഫിക്സ് ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. എനിക്ക് ഇഷ്ടപ്പെടാതൊന്നും ഞാൻ അപ്പം ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മുടെ വണ്ടിയെ നമ്മൾ എടുത്തിട്ട് ഉടനെ ഒന്നും എല്ലാം ചെയ്യരുത് കേട്ടോ. എല്ലാവർക്കും നമ്മൾ എടുത്ത് അപ്പോഴേ ചെയ്യരുത്, എങ്കിൽ നമുക്ക് ആ വണ്ടി ഒരു പുതുമ നഷ്ടപ്പെടും കേട്ടോ. നമ്മൾ എടുക്കുന്ന വണ്ടി നമ്മളെ ജീവിതകാലം മൊത്തം ഒരു പുതുമയോടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അതായത് ഞാൻ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ വണ്ടി നോക്കിയാൽ നമുക്ക് അതായത് ഓട്ടിക്കുന്ന ആൾക്കൊരു ന്യൂ ലുക്ക് തോന്നണം കേട്ടോ. അതായത് എൻ്റെ വണ്ടി പഴയതിലല്ല, അതിനേക്കാളും പുതിയൊരു ലുക്കിലോട്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് പയ്യെ മോഡിഫൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം ഇപ്പം എന്തായാലും ഇനി കുറച്ചധികം ഫണ്ട് ഇറങ്ങും, അതൊക്കെ നമുക്ക് എന്തായാലും പയ്യെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. സോ നമ്മളിപ്പോൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീകോളിലോട്ടാണ്. നമുക്ക് റീകോളിൽ പോയിട്ട് ഈ ഒരു ടാങ്കുകളും ഈ ഒരു പോർഷൻ നമുക്ക് ഇളക്കണം കേട്ടോ. ഇളക്കി പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം, അവർ പെയിൻറ്റ് അടിച്ച് നമുക്ക് നൈസായിട്ട് സെറ്റാക്കി തരും കേട്ടോ. സോ നമുക്ക് എന്തായാലും നേരെ റീകോളിലോട്ട് പോകാം. ഈ ഫൈബർ പാർട്സ് എത്ര ഇളക്കണം, അതായത് ഇതും ഈ 2 സൈഡും ഇളക്കാം. നമ്മളങ്ങനെ
റീകോളിലെത്തി ഈ പാർട്സ് ഉണ്ടല്ലോ, ഈ ഒരു സാധനവും ഇതുമാണ് നമ്മൾ ഇളക്കണ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലോ, ഇത് വലിയൊന്നുമില്ല. ഇവിടെ 2 ലോക്കും ഇവിടെ ഒരു ബോൾട്ടും വരും കേട്ടോ. ഇത് ഇളക്കണ കുറച്ച് ടാസ്ക്കാണ്. സോ നമുക്ക് എന്തായാലും ഇത് ഇളക്കി നമുക്ക് പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുക്കാം. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സാധനം ഇത് കണ്ട, നമ്മൾ ഇളക്കി ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് പോകാൻ കേട്ടോ. ഇത് ഇളക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ വൻ കോമഡി ആയിരിക്കും കേട്ടോ. ഇത് ഇപ്പോൾ നല്ല വൈബ്രേഷനൊക്കെ ആയിരിക്കും. നമ്മളിതാ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഇനി വരുമ്പം വേറെ ലുക്കിലായിരിക്കും കേട്ടോ. കണ്ടോ, ഇതൊക്കെ കിടന്ന് ആടിയിരിക്കുന്നതാ. ഗൈസ് നമ്മളാ ഇവിടുത്തെ ഇതുണ്ടല്ലോ, ഈ ഒരു സിൽവർ പാർട്സാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. ബാക്കി ടാങ്കുകളൊക്കെ നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ടാങ്കുകൾ ഇളക്കിയിട്ട് ഇപ്പോൾ ടാങ്ക് മാത്രം വെച്ചാണ് നമ്മൾ ഓടുന്നത്. വൈബ്രേഷൻ ഇല്ല കേട്ടോ തീരെ. ഞാൻ പ്രതീക്ഷിച്ച അത്ര വൈബ്രേഷൻ ഇല്ല. കണ്ടോ, ഇതൊക്കെ ഓഫാണ്, കാരണം അവിടുത്തെ സോക്കറ്റൊക്കെ ഊരിയിട്ടിരിക്കുകയാണ്. ഇനി പെയിൻറ്റ് ഷോപ്പിൽ പോയിട്ട് ഇത് ഇളക്കി കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ചുമ്മാ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചുമ്മാ വെച്ചിരിക്കുന്ന സാധനമാണ് ഇത്. നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ പോയി ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. സോ നമുക്കൊരു പെയിൻറ്റ് ഷോപ്പ് എത്തിയിട്ട് കാണാം. ഗസ്റ്റ് നമ്മളങ്ങനെ ആ പെയിൻറ്റ് ഷോപ്പിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് പെയിൻറ്റ് ഷോപ്പ് ഉള്ളത്. അതായത് വലിയ ഷോപ്പൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു പെയിൻറ്റ് ഷോപ്പാണ്. അപ്പം നമുക്ക് അവിടെ പെയിൻറ്റൊക്കെ നല്ല കിടിലൊട്ടവർ അടിച്ച് തരും. കാരണം നമ്മുടെ 2-3 ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെ പെയിൻറ്റ് അടിക്കാൻ കൊടുത്തത് കേട്ടോ. ഈ പ്ലേസ് പറഞ്ഞാൽ നെല്ലുമൂടാണ് കേട്ടോ. നമ്മുടെ നെല്ലുമൂട് കണ്ണറോള എന്ന് പറയും, ആ ഒരു പ്ലേസിലാണ് ഈ ഒരു പെയിൻറ്റ് ഷോപ്പ് പറഞ്ഞ കേട്ടോ. പക്ഷെ ഇവിടുത്തെ മെയിൻ മേസ്തിരി ഉണ്ട് കേട്ടോ. അയാളിവിടെ ഇല്ല, അയാൾ ഇനിയേ വരുള്ളൂ. നമുക്ക് എന്തായാലും ടാങ്ക് കൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. ടാങ്ക് ഇളക്കുമ്പോഴുള്ള ലുക്ക് കാണുമ്പോൾ നിങ്ങളെല്ലാവരും ചിരിക്കും, ഞാനും ചിരിക്കും. സ്ക്രാച്ച് ആവരുത്. കൊണ്ടുപോകണം കാണുമ്പം ശരിയാവും. സ്ക്രാച്ച് ആവല്ലേ? പോട്ടോ കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. എല്ലാം ഇവിടെ ഏൽപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ വണ്ടിയുടെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ് കണ്ടാ ഗൈസ്, നമ്മുടെ ഡൊമിനോറിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ചെറുക്കം പയ്യെ പവറായിട്ട് ഇറങ്ങും. ഇപ്പം കണ്ടിട്ട് ആരും ചിരിക്കരുത്, പക്ഷെ പവറായിട്ട് ഇറങ്ങുമ്പോൾ ഈ ലുക്കൊക്കെ അങ്ങ് മാറും. ഗസ്റ്റ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഗസ്റ്റാണ് ഇവിടുത്തെ മേസ്തിരി. അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തോടെ ഇളക്കാൻ പറ്റും. ഗൈസ് നമ്മൾ 3-ാമത്തെ പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. നമ്മുടെ വണ്ടി ഇതായിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ചലിക്കാൻ പോകാൻ കേട്ടോ. നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ഓട്ടിച്ചിട്ട് ആൾക്കാരുടെ റോഡ് എക്സ്പ്രഷൻ നോക്കാം കേട്ടോ. എല്ലാവരും വണ്ടി പക്ക നേക്കഡായിട്ടുണ്ട്. ഒരു ജഡം പോലെ ഇരിക്കണല്ലേ ഇപ്പോൾ വണ്ടി. ബോയ് കുഴപ്പമില്ല, നമുക്ക് നിന്നെ പുതിയ ലുക്കിൽ ഇറങ്ങണം. എന്തോ ഓഫർ ഓടും. നമ്മളങ്ങനെ അവിടെ നിന്ന് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് പെയിൻറ്റിനൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ടാങ്കുകൾ നമ്മുടെ സൈഡ് ഫെയറിങ്ങും ഒക്കെ നമ്മളൊരു പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പോക്കാണ് കേട്ടോ ഈ പോണത്. അപ്പം നമ്മൾ ഈ കണ്ടീഷനിൽ ഇത് റോഡിൽ ഓടിക്കുമ്പോഴേ നമ്മൾ കുറച്ച് നേരം നോക്കും കേട്ടോ. അതായത് പെട്ടെന്ന് ശ്രദ്ധിക്കും എന്താണ് ഈ വണ്ടി ഇങ്ങനെ ഇരിക്കണേന്ന്. ഞാൻ പറഞ്ഞത് ഒരു ജഡം കണക്കാണ് ഈ വണ്ടി ഇരിക്കുന്നത് കേട്ടോ. അതായത് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഫ്രണ്ട് മാത്രമുണ്ട്, ബാക്കി ഫ്രണ്ടിലോട്ടൊന്നും ഇല്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കണം. സാരമല്ലോ കേസ്, നമ്മുടെ വണ്ടി പവറാക്കി ഇറക്കാനുള്ളൊരു അറ്റംപ്റ്റ് അല്ലേ. അപ്പോൾ 2 ദിവസം നമ്മളിനി ഇങ്ങനെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഇപ്പം ഞാൻ ഈ വണ്ടി നേരെ കൊണ്ട് നമ്മുടെ ഷെഡിൽ ഒതുക്കുകയാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ കൊണ്ടങ്ങ് വയ്ക്കുകയാണ്.
അത് എനിക്കിങ്ങനെ ഈ വണ്ടി ഓട്ടിക്കാനായിട്ട് ഒരു മനസ്സ് വരണല്ലോ കേട്ടോ. നമ്മളെ വണ്ടിയല്ലേ, നമ്മളെത്ര, അതായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാധനമാണ് നമ്മളെ വണ്ടി. അതൊരിക്കലും ഇങ്ങനെയിട്ട് ദ്രോഹിക്കാൻ എനിക്ക് മനസ്സ് വരണല്ലോ കേട്ടോ. സോ ഇപ്പം ഞാൻ ഇത് നേരെ കൊണ്ടങ്ങ് വീട്ടിൽ ഒതുക്കാൻ കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വണ്ടിയുടെ ഒരു ഇപ്പോഴത്തെ ലുക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ വെച്ച് കാണിച്ചു തന്നു. ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് നമ്മുടെ നെല്ലിമൂട് സ്കൂളിൻ്റെ സൈഡിൽ തന്നെ ഒതുക്കാം. ഗൈസ് കണ്ട, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഇത് നമുക്ക് ഫ്രണ്ട് കൂടെ റെഡ് ആകുമ്പം പൊളിയായിരിക്കും കേട്ടോ ഈ ഒരു ലുക്ക്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ നിലവിലത്തെ ലുക്ക് കേട്ടോ. സാരമല്ല, നമ്മുടെ വണ്ടി പവറാക്കി ഇറക്കാനുള്ളൊരു കാര്യമല്ലേ. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം അടുത്ത നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് സ്റ്റിക്കർ അടിക്കാൻ കൊടുക്കുന്നതും ഒക്കെ വെച്ചിട്ടായിരിക്കും. ഇതൊക്കെ ഒരു ഡെയിലി ഒബ്സർവേഷൻ വിത്ത് നമ്മുടെ ഡൊമിനോർ മോഡിഫിക്കേഷൻ ചാപ്റ്ററാണ് കേട്ടോ. ഇതൊരു സീരീസ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇത് ഇത്രയും ചെയ്ത് എല്ലാം സെറ്റാക്കി ഇറക്കി ഒരു 2-3 മാസം ഓടി അടുത്ത് നമ്മൾ ഇതെല്ലാം കളഞ്ഞ് അടുത്ത സ്റ്റിക്കർ ചെയ്തും അങ്ങനത്തെ ഒരു ഭ്രാന്ത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് തന്നെ, ഈ വീഡിയോ ആദ്യം പറഞ്ഞത് തന്നെ, നിങ്ങൾക്ക് ഞാൻ ഇതിൽ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതും കൂടി എങ്ങനെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ മോട്ടോ വ്ളോഗ് സെറ്റപ്പൊക്കെ നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മുടെ സ്റ്റോറിയൊക്കെ കാണുന്നവർക്ക് നമുക്കറിയാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ.